നമസ്കാരം. റോന്ത് ഡയറക്റ്റഡ് ബൈ ഷാഹി കബീർ. പുള്ളി തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പുള്ളി ശരിക്കും വല്ല പോലീസിലായിരുന്നു പണ്ട്. എന്നുവെച്ചാൽ എഴുതുന്ന മൊത്തം പോലീസ് സ്റ്റോറീസ്, അവരുടെ POVs വരുന്ന പല പല കഥകൾ. പുള്ളിയുടെ റൈറ്റിംഗ് ഒക്കെ വേറെ ലെവലിൽ സാധനം. അയ്യോ, ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥകൾ, അതും ത്രില്ലടിപ്പിക്കുന്ന കഥകൾ. പുള്ളിക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നു ഇങ്ങനെയൊക്കെ അല്ലേ? അറിയാലോ, ഷാഹി കബീറിനെ അറിയാലോ, അറിയാത്തവരുണ്ടാവില്ല. ഓഫീസർ ഓൺ ഡ്യൂട്ടി, നായാട്ട് ജോസഫ് അല്ലേ? നായാട്ടും ജോസഫൊക്കെ എയ്ത്ത് ലെവൽ റൈറ്റിംഗ് ആ പുള്ളിയുടെ. ഈ പടങ്ങളൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ അത്രത്തോളം ഇല്ലെങ്കിൽ പോലും നല്ലൊരു പടം, നല്ലൊരു ഡീസൻറ്റ് വോയിസാണ്. പൈസ കൊടുത്ത നഷ്ടമൊന്നുമില്ല, നല്ലൊരു പടം. ഇതിൻ്റെ കഥയും ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന പുള്ളി തന്നെ. പുള്ളിയുടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടൊരു പടമാണ് എലവിട കുഞ്ചറ. പുള്ളിയാണോ എഴുതിയേക്കെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ നോക്കട്ടെ. സോറി, പുള്ളിയുടെ ഡയറക്ടർ, റൈറ്റർ അല്ല കേട്ടോ. പുള്ളിയുടെ കഥയല്ല, പുള്ളി ഡയറക്റ്റ് ചെയ്തേക്കുന്നത് എലവിട കുഞ്ചറ. പക്ഷെ ദാറ്റ്സ് ഓൾസോ നമ്മൾ ചിന്തിക്കാത്ത ലെവൽ റൈറ്റിങ്ങും ഡയറക്ഷനൊക്കെ ആയിരുന്നു. ഇതിൻ്റെ റൈറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ അവസാനം വരെ ലാഗൊന്നുമില്ല കേട്ടോ, ലാഗൊന്നുമില്ല. നല്ല ഡീസൻ്റ് ആയിട്ട് എഴുതിയേക്കുന്ന ഒരു പടം. വന്നാൽ ഈ പറഞ്ഞ നായാട്ടും ജോസഫൊക്കെ നോക്കുവാണെങ്കിൽ അത്രത്തോളം ഇല്ല. ഇത് ശരിക്കും ഒരു രാത്രി പെട്രോളിങ്ങിന് ഇറങ്ങുന്ന രണ്ട് പോലീസുകാരുടെ POV, ആ പോയിന്റ് ഓഫ് വ്യൂ പറയുന്ന ഒരു കഥ, അത്രേ ഉള്ളൂ. ഇതാണ് ബേസിക്സ് ആണ് ശരിക്കും. ആക്ച്വലി ഇതൊരു മെയിൻ സ്റ്റോറിയുടെ ഒരു മുക്കാഭാഗം ഇവർ രാത്രി പെട്രോളിങ്ങിന് പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളും അതവർ മറികടക്കുന്നതാണ് കഥ. പക്ഷേ ആക്ച്വലി ഈ പടം പോകുന്നൊരു രീതി, ഇവർ കാർ ഓടിക്കുന്നു, ഇവരുടെ മുന്നിൽ കേസ് വരുന്നു. പെട്രോളിങ്ങിന് പോകുന്ന ആൾക്കാരെ അറിയാലോ, അവർക്ക് ഇൻസ്ട്രക്ഷൻസ് വരുന്നു, ഇന്ന സ്ഥലത്ത് പോകും, അവിടെ പോയി അന്വേഷിക്കുക, ചെക്ക് ചെയ്യുക, സംഭവങ്ങളൊക്കെ തന്നെയാണ്. സോ ആദ്യത്തെ ഒരു ഇൻ്റർവെല് വരെ ഇത് തന്നെയായിരുന്നു. ഒരെണ്ണം വരുന്നു, അതവർ പോകുന്നു, ചെക്ക് ചെയ്യുന്നു, അതിൽ നിന്ന് പ്രശ്നം ഉണ്ടെങ്കിൽ അതവർ റിസോൾവ് ചെയ്യുന്നു. അപ്പം അടുത്തത് വരുന്നു, അതവർ അന്വേഷിക്കാൻ പോകുന്നു, അത് റിസോൾവ് ചെയ്യുന്നു. അത് ആ ലൊക്കാലിറ്റിയിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ. ഒരു ഇൻ്റർവെല് വരെ അത് ഓക്കെ ആയിരുന്നു. എന്ന് വെച്ചാൽ നല്ല രീതിക്ക് പോകുന്ന സാധനം. ഇൻ്റർവെല് കഴിഞ്ഞിട്ട് ഒരു പടത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗം വരെ വീണ്ടും ഇത് തന്നെയാണ്. അടുത്ത സാധനം വരുന്നു, അതവർ റിസോൾവ് ചെയ്യുന്നു, പിന്നെയും വീണ്ടും വരും. പക്ഷെ അപ്പം തന്നെ ഓൾമോസ്റ്റ് ഒരു മുക്കാൽ ഭാഗമായി പടത്തിൻ്റെ. ഞാൻ ആലോചിക്കുമ്പോൾ പടത്തിന് വേറെ ഒന്നുമില്ലേ, ഇത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഈ രണ്ട് പെട്രോളിങ്ങിന് പോകുന്ന രണ്ട് പോലീസുകാരുടെ POV മാത്രം പറയുന്നു, അവരുടെ മുന്നിൽ വരുന്ന കുറച്ച് കേസസും അതവർ റിസോൾവ് ചെയ്യുന്നത്. ഒരു മുക്കാൽ ഭാഗം വരെ ഇത് തന്നെയാണ്. അത്ര നേരം എനിക്കൊന്നും തോന്നിയില്ല. ഇതിൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയ കാര്യമുണ്ടോ, അത്ര നേരം എനിക്കൊന്നും തോന്നിയില്ല. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഇത് നീണ്ടു പോകുമ്പോൾ എന്താണ് ഇപ്പഴത്തിൽ വേറെ ഒന്നും അങ്ങനത്തെ ഒരു ഫീലിംഗ് വന്നു. പക്ഷെ ആ ഫീലിംഗ് വന്ന് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ തന്നെ പടത്തിനൊരു ട്വിസ്റ്റ് ഉണ്ടായി. പക്ഷെ ആ ട്വിസ്റ്റ് നടന്ന് 10 മിനിറ്റിനുള്ളിൽ പടം തീർന്നു. അവിടെയാണ് എനിക്കൊരു എന്താ അത് ഇങ്ങനെ നിർത്തിയേ. അതിനോട് മാത്രം ഒരു അത് ആ ഒരു ഇൻസിഡൻറ്റ് ഒരു ഇൻ്റർവൽ ബ്ലോക്കിലാണ് ആ ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് ഒന്നും കൂടെ ഒരു ഇൻട്രസ്റ്റ് തോന്നിയാണ്. ഇത്ര കണ്ട വെച്ച് കൊള്ളൂല എന്നല്ല കേട്ടോ പറയുന്നത്, ഇൻട്രസ്റ്റ് ഇല്ലാന്നല്ല. പടം ഒരു ഡീസൻറ്റ് വാച്ചാണ്. മേക്കിങ്ങും അവരെ എടുത്തു വെച്ചിരിക്കുന്ന രീതിയും BGM വൈസ് ആണെങ്കിലും ഒക്കെ നല്ല രീതിക്ക് തന്നെ ചെയ്തേക്കുന്നത്. പക്ഷെ ഇതൊരു കല്ല് പിടിച്ച് എന്ന് വെച്ചാൽ നോർമൽ സംഭവം അതേപോലെ ഇരുന്നൊരു മുക്കാഭാവും പടവും. അവരുടെ റെസ്റ്റ് എടുക്കുന്നു, കേസ് വരുന്നു, സോൾവ് ചെയ്യുന്നു, പോകുന്നു, അടുത്ത കേസ് ഫുൾ ബോറിംഗ് ആണ്, ലാഗാണെന്നൊന്നും അല്ല പറയുന്നത്. പക്ഷെ റിപ്പീറ്റ് അടിച്ച് വരുന്നു ഈ സംഭവങ്ങൾ. അപ്പോഴാണ് ഈ സാധനം മൈൻഡിലോട്ട് വന്നത്. ആ ഒരു ഫീലിംഗ് വന്ന ഒരു കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ അടുത്ത സാധനം വന്നു, ഒരു ഹൈ സാധനം വന്നു. പക്ഷെ അത് വന്നു 10 മിനിറ്റ് പടം തീർന്നു. അത് മാത്രം എനിക്കൊരു ഇതായിട്ട് തോന്നി. ഈ പടം കണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യും, ഇതേ തോട്ട് ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ. എനിക്ക് വന്നു. ഞാൻ എൻ്റെ കമ്പനിക്കാരായിട്ടാണ് പോയത്, അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അതേപോലെ രാവിലത്തെ വ്യസനം കണ്ട് വ്യസനിച്ചിരുന്നിട്ട് ഇത് കണ്ടപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. ആ പടം ഒട്ടും വർക്കായില്ല എനിക്ക്, ആ ലാസ്റ്റ് മാത്രം. ഇത് പക്ഷെ ഓൾ ഫിലിം വർക്കായി. കുറച്ച് ഒന്നും കൂടി കഥയൊക്കെ സെറ്റ് ചെയ്തിരുന്നെങ്കിൽ രസം ഉണ്ടായിരുന്നതിനെ എന്ന് തോന്നി. അതർവൈസ് പടം എടുത്തു വച്ചേക്കുന്ന രീതി, ഡയറക്ടറും പടം എടുത്തേക്കുന്ന ആളെ പറ്റി ഒരു ഡൗട്ടും ഇല്ല. ഷാഹി കബീർ എന്ന് പറഞ്ഞ ആള് റൈറ്റിംഗ് വൈസ് ആയാലും ഡയറക്ഷൻ വൈസ് ആയാലും ടോപ്പാണ്. സോ അതിൻ്റെ അതിൽ ഒന്നുമില്ല. BGM ഒക്കെ വർക്കായിട്ടുണ്ട്.
അപ്പോൾ വേറൊരു ടെക്നിക്കൽ വൈസ് ഒരു കുഴപ്പമൊന്നുമില്ല. ഈ ഒരു സംഭവം മാത്രം എനിക്ക് പഠിച്ചു തോന്നി. ബാക്കി ആക്ടിങ് വൈസ് ആണെങ്കിലും ദിലീഷ് പോത്തനൊക്കെ മരിക്കണം അഭിനയിച്ച്. നമ്മളൊരു ലാലേട്ടനെ നമ്മുടെ സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടുന്നൊരു സ്ക്രീൻ പ്രസൻസ് ഉണ്ടല്ലോ, എനിക്ക് അതേപോലെ തോന്നി ദിലീഷ് പോത്തനെ. പുള്ളി ഇങ്ങനെ വന്ന് നിന്ന് കൂളായിട്ട് അഭിനയിച്ചു, ഒരു ഇതുമില്ല, കൂളായിട്ടാണ്. അതേപോലെ റോഷൻ മാത്യു, പുള്ളിയുടെ സൈഡ് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ആക്ടിങ് വൈസ് ഒക്കെ ഒന്നുമില്ല. എന്നുവെച്ചാൽ ഇവർ രണ്ടുപേരും ആണ് ഈ കഥയിൽ മെയിൻ ലീഡ്. വേറെ ഡിസ്ട്രാക്ട് ആവാനായിട്ടോ അല്ലറ ചില്ലറ കുറച്ച് കഥാപാത്രങ്ങൾ വരുന്നതല്ലാതെ മെയിൻ ഇവർ രണ്ടുപേരെ മാത്രമേ നമുക്ക് ഫുൾ പടം കാണാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെയാണ് ഇവർ ഈ രണ്ട് ക്യാരക്ടറിൻ്റെ, അതായത് റോഷൻ മാത്യു ദിലീഷ് പോത്തനും ചെയ്യുന്ന ഈ രണ്ട് കഥാപാത്രത്തിനും നല്ലൊരു ഗ്രോത്ത് ഉണ്ട്. ക്യാരക്ടറൈസേഷൻ കൊടുത്തേക്കുന്നതും അതിനുള്ള ഡെപ്തും, അതായത് റോഷൻ മാത്യു ചെയ്തേക്കുന്ന ക്യാരക്ടറിന് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഗ്രോത്ത് ഉണ്ട്, ദിലീഷ് പോത്തനും ഒരു വ്യത്യസ്തമായിട്ടൊരു ഗ്രോത്ത് ഉണ്ട്. ഇത് രണ്ടും കൂടെ കണക്റ്റ് ആവുന്നു. ആ പോയിന്റ് ഒക്കെ നൈസാണ്. എന്ന് വെച്ചാൽ ട്രെയിലറിൽ കാണുന്ന പോലെ ഇതൊരു ഈഗോ ക്ലാഷ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നില്ല, അല്ലേ? പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല, ഈഗോ ക്ലാഷ് ഒന്നും അല്ല അവിടെ. ഉണ്ട്, ഇല്ലാന്നല്ല. അത് ഉണ്ടെങ്കിൽ പോലും അതൊക്കെ മാറി ഇവര് ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇവരുടെ രണ്ടുപേരുടെ ഇമോഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ സൈഡൊക്കെ പോസിറ്റീവാണ്. എന്നുവെച്ചാൽ പടം ഈ ഒരു സംഭവം ഇത് എൻ്റെ പേഴ്സണൽ തോട്ടാണ്. ഈ പറഞ്ഞ ക്ലൈമാക്സ് എടുത്ത് നേരെ ഇൻട്രോൾ ബ്ലോക്ക് ആക്കിയിട്ടും പിന്നെ അവിടെ നിന്നൊരു കഥക്ക് വേറൊരു കൈൻഡ് ഓഫ് ഉണ്ടായിരുന്നെങ്കിൽ അത് പിടിച്ചാൽ കിട്ടില്ലായിരുന്നു ഈ പടം. നമ്മുടെ നായാട്ടും ജോസഫൊക്കെ പോലെ പറന്നാനെ എന്തൊരു മിസ്സിങ് പടത്തിന്. ഇത് ഈ റിവ്യൂ ഞാൻ ആരുടെയും കണ്ടിട്ടോ ഒന്നുമല്ല. ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കണക്ട് ആവില്ലായിരിക്കാം. ഞാൻ പടം മോശമെന്നല്ലോട്ടോ പറയുന്നത്. നല്ലൊരു പടം, നല്ലൊരു പോലീസിന്റെ POV വരുന്ന ഒരു സ്റ്റോറി, ഡീസന്റ് വാച്ചും നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് പോയി കാണാം. പടം മോശമൊന്നും ഒരിക്കലും പറയില്ല. ഇതൊരു എൻ്റെ ഒരു സജഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ലാസ്റ്റ് 10 ശരിയാണോ ഇറങ്ങുന്ന എല്ലാ പടത്തിലും ലാസ്റ്റ് മാത്രം. ഞാൻ രാവിലെ എൻ്റെ ബസ്സിൻ്റെ സമയത്തും അവസാനത്തെ ഒരു 15 മിനിറ്റ് ആയിരുന്നു ആ പടത്തിന് ഹൈ. ബാക്കിയൊക്കെ ബോറായിരുന്നു. ഈ പടം നല്ലൊരു പടമാണ്, പക്ഷേ ലാസ്റ്റത്തെ ഒരു 10 മിനിറ്റ് ഒരു പടിക്ക് മേളുണ്ട്. ആ സാധനം കുറച്ച് നേരത്തെ ആക്കിയിരുന്നെങ്കിൽ അവളോടൊരു സജഷൻ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ പടം നല്ലതാണ്. ഈ പടത്തിൽ വേറൊരു ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് ഉണ്ട്. നമ്മുടെ ഈ ഡിറ്റക്റ്റീവ് ജ്വലനൊക്കെ പോലെ ഫോഴ്സ്ഡ് അല്ല. എനിക്ക് ആ പടങ്ങളൊക്കെ ഫോഴ്സ്ഡ് ആയിട്ടൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തോന്നി. പക്ഷെ ഈ പടത്തിൽ നാച്ചുറൽ ആയിട്ടുള്ളൊരു യൂണിവേഴ്സ്, ഒരു കണക്ഷൻ വരുന്നുണ്ട്. അത് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. എന്നുവെച്ചാൽ ചെറിയൊരു സംഭവമാണ്, വേറൊരു പടത്തിനായിട്ടുള്ള ലിങ്കാണ്. പക്ഷെ അത് ഇഷ്ടപ്പെടും നമ്മൾ. പോകുമ്പോൾ നാച്ചുറൽ ആയിട്ട് വന്നൊരു സംഭവം, ഒട്ടും ആർട്ടിഫിഷ്യലായിട്ട് തോന്നില്ല. എനിക്ക് തോന്നുന്നു നിന്റെ തലവനായ ഷാഹി കബീർ ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ഒക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും. പുള്ളി ചെയ്യുന്ന മൊത്തം പോലീസ് സ്റ്റോറീസ്, അതും ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ. നമ്മൾ ചേട്ടാ ഇങ്ങനെയൊക്കെയാണോ നടക്കണേ എന്ന് ചിന്തിച്ചു പോകും. അല്ല, ആക്ച്വലി നമ്മൾ ഈ ഓരോ കേസുകളൊക്കെ ന്യൂസിൽ കൂടെ കേൾക്കുന്നത് മാത്രമേ അറിയത്തുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൻ്റെ എത്രത്തോളം സത്യം ഉണ്ടെന്നോ ഒന്നും നമുക്കറിയത്തില്ല. സോ നമ്മൾ ഇങ്ങനത്തെ പടങ്ങളൊക്കെ കാണുമ്പോഴാണ് വേറൊരു പോസിറ്റീവ് തിങ്ക് ചെയ്യുന്നത്. പുള്ളിയുടെ പടങ്ങളൊക്കെ കാണുമ്പോൾ ചേട്ടാ ശരിയാണല്ലോ, ആ സൈഡിൽ ഇങ്ങനെ ആയിരുന്നല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെ പടങ്ങളൊക്കെ കാണുമ്പോഴാണ്. ഐ തിങ്ക് പുള്ളി ഒന്ന് ഇരുന്ന് ചിന്തിച്ചാൽ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു പുള്ളിയുടെ പോലീസ് സ്റ്റോറീസിൽ. ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്ക്. അടിപൊളിയായിരിക്കും. ആക്ച്വലി ഇതൊരു പോലീസ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ പോയ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ അങ്ങനെ തന്നെ തോന്നിയത്. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇതിന് തമാശയുണ്ട്. അത് കുത്തിക്കിറ്റ് ഇൻജെക്ട് ചെയ്ത് വെച്ചേക്കുന്നതല്ല, ആ ഒരു സിറ്റുവേഷൻ ബേസ് ചെയ്ത് പറയുന്ന ഡയലോഗ്സ് ആണ്, കൗണ്ടേഴ്സ് ആണ്. പക്ഷെ അത് നല്ല രീതിക്ക് വർക്കായിട്ടുണ്ട്. നമ്മൾ ചിരിച്ചോറ സീൻസ് ഉണ്ട്. അതും നമ്മുടെ ദിലീഷ് പോത്തനും റോഷൻ മാത്യുവിന്റെ കോമ്പിനേഷൻ അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കോമഡി പടം എന്ന് പറഞ്ഞു വന്ന വ്യസനത്തിനെക്കാട്ടും കോമഡി ഇതിനകത്തുണ്ട്. അതിനകത്ത് കോമഡി എന്ന് പറഞ്ഞാൽ കോമഡി ഇട്ടിട്ട് നമുക്ക് ചിരി വന്നില്ല. ഇതിനകത്ത് കോമഡി ഒന്നും പറഞ്ഞിട്ടില്ല. കണ്ടു, ആ സിറ്റുവേഷൻ വൈസ് അത് കോമഡിയാണ്. ആ നൈസായിരുന്നു. ദിലീഷ് പോത്തൻ്റെ ഒക്കെ 2-3 ഡയലോഗൊക്കെ ഉണ്ട് അതിന്. അടിപൊളിയായിരുന്നു. പറഞ്ഞത് എൻ്റെ അഭിപ്രായമാണ്.
നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാണ്ടിരിക്കാം, ഇഷ്ടപ്പെടുകയും ചെയ്യാം. അത്രേ ഉള്ളൂ. എന്തായാലും പോയി കണ്ടു നോക്കും. നല്ലൊരു പടമാണ്. ഒരു പോലീസിൻ്റെ വേറൊരു പേഴ്സ്പെക്റ്റീവ്. ഇത് തിയേറ്ററിൽ തന്നെ കാണാനേ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. അപ്പം ഈ വെള്ളിയാഴ്ച റോന്ത് നോക്കി ഇന്ന് കമൻറ്റ് ചെയ്യും. നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ട് കമൻറ്റ് ചെയ്യും. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം, നമുക്ക് സെറ്റ് ചെയ്യാം. പോട്ടെ, ഈ എടുക്കുന്ന ഇഷ്ടപ്പാടിന് ഒരു ചെറുതായിട്ടൊന്ന് ലൈക്ക് ചെയ്ത് പോയാൽ സന്തോഷം. മോസ്റ്റ്ലി നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്താൽ കൊള്ളാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒന്നാ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് അടിച്ചു.